നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ ആത്മാർ. ഞാനൊരു ആയുർവേദ ഫിസിഷ്യനാണ്. ആറ്റിങ്ങൽ പ്രാക്ടീസ് ചെയ്യുന്നു. ഞാൻ ഈ അടുത്തായിട്ട് യൂട്യൂബ് ചാനലിൽ വെണ്ടയ്ക്ക ചായ ഉണ്ടാക്കി അത് ഉപയോഗിക്കാവുന്ന ഒരു വീഡിയോ കണ്ടു. വെണ്ടയ്ക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ആയുർവേദക്കാർ പറയുന്നത് കോഴി സൂപ്പിന് തുല്യമാണ്. അത് വയ്ക്കുന്ന സൂപ്പ്, വെണ്ടയ്ക്ക സൂപ്പ് അത്ര ഗുരുത്വമുള്ളൊരു സാധനം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് സെല്ലുലോസ് കൂടുതലാണ്. അതാണ് ആ വെണ്ടയ്ക്കയ്ക്ക് അത്രയും കൊഴുപ്പ് കിട്ടുന്നത്. ആ കൊഴുപ്പ് കിട്ടുന്ന ആ വെണ്ടയ്ക്ക ഉപയോഗിച്ച് ചായ ഇടയ്ക്കിടയ്ക്ക് വെച്ച് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ദഹന വ്യവസ്ഥ തകരാറിലാവും. നല്ലതുപോലെ ദഹനം കിട്ടാതെ ആളിന് എന്നും നിത്യവും വയറിൽ പെരുക്കം, ഫ്ലാറ്റുലൻസ് എന്ന് പറഞ്ഞത് ഉണ്ടാകുകയും ദഹനം പൂർത്തിയാവാതെ വരികയും ചിലപ്പോൾ ഡയറിയ പോലും വരാം. അപ്പോൾ വെണ്ടയ്ക്ക ചായ സ്ഥിരമായിട്ട് അങ്ങനെ ഉണ്ടാക്കി കഴിക്കാനായിട്ട് ഒരു ആയുർവേദ ശാസ്ത്രത്തിൽ എങ്ങും പറയുന്നേ ഇല്ല. പക്ഷേ വെണ്ടയ്ക്ക ഓജസ്കരമാണ്. ഓജസ്സിനെ വർദ്ധിപ്പിക്കാൻ ഏറ്റവും നല്ലതാണ്. കറികളിൽ ചേർത്ത് കഴിക്കാം, പച്ചടിയായിട്ട് ചേർത്ത് കഴിക്കാം, സാമ്പാറിൽ ചേർത്ത് കഴിക്കാം, സൂപ്പ് വെച്ച് കഴിക്കാം. അത് പ്രധാനപ്പെട്ട നമ്മുടെ കോഴ്സായിട്ടുള്ള മെയിൻ കോഴ്സ് ഡിന്നറിലോ ലഞ്ചിലോ കഴിക്കാവുന്നതാണ്. അതേപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിൽ പിന്നീട് വെണ്ടയ്ക്ക ചേർത്ത് സാമ്പാറായിട്ട് കഴിക്കാം. അല്ലാതെ വെണ്ടയ്ക്ക ചേർത്ത് ചായ എങ്ങും അഡ്വൈസ് ചെയ്യുന്നില്ല. അത് ദഹന സംബന്ധമായ തകരാറുണ്ടാക്കുക തന്നെ ചെയ്യും. അത് കഴിയുന്നതും ആരും അത് ശീലിക്കാൻ പാടില്ല. രണ്ടാമതായി, പച്ചമുളക് ചേർത്ത പായസം. ഞങ്ങൾ ആയുർവേദ ചികിത്സകരെല്ലാം പറയുന്നത് എരി ഏറ്റവും കുറയ്ക്കുക. ഏറ്റവും എരി ഇല്ലാതെ കഴിക്കാൻ പറ്റുമോ അത്രയും നല്ലതാണ്. പകരം ഇഞ്ചി ചേർക്കാനാണ് പറയുന്നത്. പ്രത്യേകിച്ചും ഗാസ്ട്രിക് അൾസറുള്ള പേഷ്യൻറ്റിന്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ പച്ചമുളക് വെച്ചിട്ട് പായസം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് പായസത്തിൽ എത്ര മുളക് ഉള്ളിൽ ചെല്ലുകയാണ്. അത് ഉദര സംബന്ധമായിട്ട് പ്രത്യേകിച്ചും ഡിയോഡിനൽ അൾസർ അല്ലെങ്കിൽ ചെറുകുടലിലുള്ള വ്രണങ്ങൾ ഒക്കെ കൂട്ടുകയോ ഉണ്ടെങ്കിൽ അത് കൂട്ടുകയും ഇല്ലാത്ത ആളിനത് ഉണ്ടാക്കുകയും ചെയ്യും. അതുകൊണ്ട് കഴിയുന്നതും പച്ചമുളക് വെച്ചുള്ള പായസം ഒരു നല്ല റെസിപ്പിയല്ല. ഒരിക്കലും അത് ജനങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. അതിനകത്ത് എന്ത് ബാക്കി ചേർത്താലും ശരി, അത് വിരുദ്ധാഹാരം തന്നെയാണ്. അതിനകത്ത് ചവ്വരി ചേർക്കുന്നതായിട്ടുമുണ്ട്. ചവ്വരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടൊപ്പിയൊക്കെ നിന്ന് എടുക്കുന്നതാണ്, സ്റ്റാർച്ചാണ്. അപ്പോൾ അത് ഒരു വിരുദ്ധാഹാരം തന്നെയാണ്. അത് ഒരിക്കലും സാധാരണക്കാരും ഉപയോഗിക്കാൻ പാടില്ല. സാധാരണക്കാരെന്നുള്ള ആരും അത് ഉപയോഗിക്കാൻ പാടില്ല. അത് പിന്നെ ഗാസ്ട്രോ എൻട്രോളജിയിൽ കൂടുതൽ സാധ്യതകൾ ഉണ്ടാക്കിയെടുക്കുകയുള്ളൂ. അൾസർ പോലുള്ള രോഗങ്ങളും ഉദര വ്രണങ്ങളും ഉണ്ടാക്കുകയും ഉദര ക്യാൻസർ വരെയും ഉണ്ടാക്കാൻ സാധ്യത കൂടുതലാണ്. മൂന്നാമതായിട്ടാണ് മത്തി സാമ്പാർ. സാമ്പാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രാവിലെയും കഴിക്കാം, ഉച്ചയ്ക്കും കഴിക്കാം, രാത്രിയും കഴിക്കാവുന്ന ഒരു ഡിഷാണ്. അപ്പോൾ മത്തി സാമ്പാർ വെച്ച് കഴിഞ്ഞ് രാവിലെ നമ്മൾ ഉദാഹരണമായിട്ട് കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ ഇഡ്ഡലി ദോശയാണ് കഴിക്കേണ്ടത്. ഒരിക്കലും ഉഴുന്നും മത്സ്യവുമായിട്ട് യോജിക്കുകയില്ല. രണ്ടും ഭയങ്കരമായ വിരുദ്ധാഹാരമാണ്. രണ്ട് വിഭിന്ന പ്രോട്ടീനാണ്. രണ്ടിൻ്റെ ദഹനവും പ്രത്യേകതയുണ്ട്. ഓരോ സമയമെടുത്താണ്. ഉഴുന്ന് പെട്ടെന്ന് ദഹിക്കുകയും മത്തി പോലെയുള്ള പിന്നീട് മത്സ്യങ്ങളുടെ സമയം കൂടുതലെടുത്ത് ദഹിക്കുകയുള്ളൂ. ആമാശയത്തിൽ അത് ചെത്തിക്കഴിഞ്ഞാൽ നമ്മളെ ദഹിപ്പിക്കാനുള്ള മെസ്സേജ് കൊടുക്കുന്ന പിറ്റ്യൂട്ടറിക്ക് തന്നെ അത് കൺഫ്യൂഷൻ ഉണ്ടാക്കി അത് കൂടുതൽ അസിഡിറ്റിയും അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലങ്ങൾ ഉണ്ടാക്കുകയും ദഹനം ക്രമേണ സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ദഹന വ്യവസ്ഥ തകരാറാവുകയും ദഹനം മന്ദീഭവിക്കുകയും അതുജന്യമായിട്ട് സർവ്വരോഗങ്ങളും ഉണ്ടാകുകയും ചെയ്യും. മത്തിയായിട്ട് തന്നെ നമ്മൾ സാധാരണ കുടംപുളിയൊക്കെ ചേർത്താണ് വെച്ച് കഴിക്കേണ്ടത്. തേങ്ങ പോലും ശരിക്കും പറഞ്ഞാൽ മത്തിയിൽ നമ്മൾ ചേർക്കാൻ പാടില്ല. അതിൻ്റെ ഒമേഗ 3, 6 ഫാറ്റൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ മറ്റ് എണ്ണ അംശങ്ങളൊന്നും അതിൽ ചേർക്കാൻ പാടില്ല. മത്തിയായിട്ട് തന്നെ പണ്ടുള്ള അമ്മമാർ വയ്ക്കുന്ന പുളിയും ലേശം മുളകും ചേർത്ത് വെച്ച് കഴിക്കുന്നതാണ് ഹൃദയ സംബന്ധമായ രോഗമുള്ളവർക്ക് ഏറ്റവും നല്ലത്. 2 ഫാറ്റും അവിടെ ചേർക്കരുത്. അതുകൊണ്ടാണ് അതിൻ്റെ കൂടെ നമ്മൾ തേങ്ങാപ്പാലോ ഒന്നും ചേർക്കാൻ പാടില്ല, എണ്ണ പോലും ചേർക്കാൻ പാടില്ല എന്ന് പറയും. മത്തി ശരിക്കും പറഞ്ഞ് നല്ല രീതിയിൽ കഴിക്കേണ്ടത് അതിന് ഇലയിൽ പൊതിഞ്ഞ് പൊള്ളിച്ച് കഴിക്കണം. അതാണ് ഒമേഗ 3 അതേപോലെ നമുക്ക് ശരീരം എടുക്കാൻ ഏറ്റവും യോഗ്യമായിട്ടുള്ളത്. അപ്പോൾ ഇത് 3 കാര്യങ്ങളും പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയാൻ കാരണം ഒരു യൂട്യൂബ് കണ്ടപ്പെടുത്തി ഇങ്ങനെ എനിക്ക് തോന്നി. അത് പൊതുജനങ്ങളുടെ ആരോഗ്യത്തെ അത്
പിന്നെ വിഷമത്തിലാക്കുന്ന ഒരു ഇതായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ പ്രതികരിക്കാൻ കാരണം. ഇത് നിങ്ങളുടെ അറിവിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു.